വായിക്കാൻ തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ നിങ്ങൾ എഴുന്നേൽക്കൂ. അങ്ങനെയുള്ള കുറച്ച് ക്രൈം ത്രില്ലർ നോവൽസ് പരിചയപ്പെട്ടാലോ? ശാസ്ത്രത്തിൻ്റെ അപ്പോസ്തലർ വാഴുന്ന സയൻസ് സൊസൈറ്റിയുടെ ഗവേഷണ പ്രബന്ധങ്ങളിൽ ചിലത് ഹാക്ക് ചെയ്യപ്പെടുന്നു. കൊലപാതകത്തിൻ്റെ ഊരാക്കുടുക്കുകളഴിക്കാൻ ശ്രമിക്കുന്നവർ കടന്നുപോകുന്ന ഉദ്വേഗജനകമായ അന്വേഷണ വഴികളുടെ ആവിഷ്കാരമാണ് ആദർശ് എസിൻ്റെ ഹാക്കർ എക്സ് രണ്ടാമൻ. ആദർശ് എസിൻ്റെ തന്നെ മറ്റൊരു ക്രൈം ത്രില്ലർ നോവലാണ് ഡാർക്ക് നെറ്റ്. ഈജിപ്തിൽ പുരാവസ്തു ഗവേഷണം നടത്തുന്ന സംഘത്തിലെ മലയാളി ഗവേഷകനായ പ്രൊഫസർ അനന്തമൂർത്തിയുടെ മരണവും അതിനുശേഷമുള്ള തിരോധാനങ്ങളുടെയും പച്ചയായ ആവിഷ്കരണമാണ് ഈ നോവൽ. പ്രമേയം കൊണ്ടും അവതരണ രീതി കൊണ്ടും മലയാളത്തിൽ പൂർവ്വമാതൃകയില്ലാത്ത ഉദ്വേഗജനകമായ വായനാനുഭവം തീർക്കുകയാണ് വിപിൻ ദാസിൻ്റെ അനാഹി. പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ SP ശരത്തിൻ്റെ ആദ്യ നോവലാണ് ഉറക്കപ്പിശാച്. മലയാള സാഹിത്യം അത്ര പരിചയിച്ചിട്ടില്ലാത്ത മാജിക്കൽ റിയലിസമാണ് ഉറക്കപ്പിശാചിൻ്റെ കാതൽ. കേരള പശ്ചാത്തലത്തിലുള്ള പ്രമേയം വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി പിടിച്ചിരുത്തുമെന്ന് ഉറപ്പാണ്. ഫോറൻസിക് തെളിവുകളുടെ ചുവട് പിടിച്ച് ഡോക്ടർ ഉമാദത്തൻ തെളിയിച്ച 15 കേസുകളുടെ കഥാരൂപമാണ് കപാലം. അന്വേഷണ വഴികളിൽ ഉദ്വേഗജനകമായ വായനാനുഭവം തരുമെന്ന് തീർച്ച. പുലിയന്മല എന്ന മലയോര ഗ്രാമത്തിൽ അടുത്തടുത്തായി നടക്കുന്ന 7 ആത്മഹത്യകളും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടാകുന്ന ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന 2 പോലീസുകാരുടെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അദൃശ്യമുറിവുകൾ എന്ന നോവൽ. ഓരോ പേജും ഇനി എന്ത് എന്ന ആകാംക്ഷയോടെ മാത്രം വായിച്ചു തീർക്കാനാവുന്ന സിസ്റ്റർ മരിയയുടെ കഥയാണ് കന്യാമരിയ എന്ന നോവൽ. അപ്പോൾ ബുക്സൊക്കെ സിംഗിളായിട്ടും കോംബോ ആയിട്ടും വേണ്ടവർ പെട്ടെന്ന് DM ചെയ്തോളൂ കേട്ടോ.